ആരാടാ ഞങ്ങളുടെ അള്ളാവിൻ്റെ ലോകം ഭരിക്കുന്നത്? അള്ളാഹ് തൻ്റെ അരുമകൾക്ക് വേണ്ടി അഥവാ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന അരിയും ഗോതമ്പും ഉപ്പും പഞ്ചസാരയുമെല്ലാം കട്ട് തിന്നുന്ന എലികളാണ് അവിശ്വാസികളായ നിങ്ങൾ. നിങ്ങൾക്ക് ലോകത്തിൽ എന്ത് അധികാരമാണുള്ളത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ഞങ്ങൾക്ക് അള്ളാഹാണ് അധികാരം തന്നിട്ടുള്ളത്. ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് പോലെയാണ് ലോകം നടക്കേണ്ടത്. നിങ്ങളൊക്കെയോ അള്ളാഹ്വിനെ ഒരു സ്തുതിയും സ്തോത്രവും പോലും കരയേറ്റാതെ നിങ്ങൾ എല്ലാം തിന്നു മുടിക്കുകയാണ്. അവൻ നിർമ്മിക്കുന്ന ഗോതമ്പും അരിയും എല്ലാം തിന്നു മുടിക്കുകയാണ്. നിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞാണ് ഇവിടെ കൊല ചെയ്യുന്നത്. അവർക്ക് കൊലയിൽ ഒരു പാപവുമില്ല, പാപബോധവുമില്ല. കാരണം അവരെല്ലാം അള്ളാഹ്വിൻ്റെ മക്കളാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, അവരെല്ലാം അള്ളാഹ്വിൻ്റെ മക്കളാണ്. നമ്മളോ വെറും അള്ളാഹ്വിനെ അവിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മോശപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെയാണ് മുസ്ലിങ്ങൾ കരുതുന്നത്. ഇതുപോലെ എല്ലാ മതക്കാർക്കും അങ്ങോട്ട് ചിന്തിച്ചുകൂടെ? അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, മറ്റെല്ലാവരും കട്ട് തിന്നുന്നവരാണ്, കട്ടുതീനികളാണ്, കള്ള എലികളെ പോലെയാണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. ഈ അറിവും വെച്ച് എത്ര കോടി ആൾക്കാരെ അവർ കൊന്നൊടുക്കി. അർമീനിയയിൽ തന്നെ എത്ര കോടി ആൾക്കാരെ കൊന്നു. ദക്ഷിണാഫ്രിക്കയിൽ എത്ര കോടി ക്രിസ്ത്യാനികളെ കൊന്നു. അങ്ങനെ ലോകമെമ്പാടും എത്ര കോടികളെ അവർ കൊന്നു. എന്നിട്ടും അവർക്കൊരു പശ്ചാത്താപമില്ല. കാരണം ബാക്കി എല്ലാവരും കള്ള എലികളാണ്. അവർ മാത്രമാണ് അള്ളാഹ്വിൻ്റെ സന്തതികൾ, അള്ളാഹ്വിൻ്റെ ഭക്തർ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കാനുള്ള ഒരു മന്ത്രമാണ്. അവരാണ് അള്ളാഹ്വിൻ്റെ പ്രിയപുത്രർ, ബാക്കി എല്ലാവരും കള്ള എലികളാണ് എന്നുള്ളത്. എന്നാൽ ഇതിന് ആർക്കെന്ത് മറുപടി പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് അവർ പറയുന്നു, ബാക്കി എല്ലാവരും കള്ളന്മാരാണെന്ന് പറയുന്നു. ലോകത്തിലാർക്കും ഇതിനൊരു മറുപടി കൊടുക്കാനാവില്ല. എന്നാൽ ഹിന്ദുമതത്തിൽ ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ദേവകളും വിദ്വാൻമാരും പറഞ്ഞു, ഒരു വിഭാഗം വിദ്വാൻമാരും പറഞ്ഞു, ദേവകളും പറഞ്ഞു, ഇവിടെ ആരും ആരെയും സൃഷ്ടിക്കുന്നില്ല. ഇതിനെ സൃഷ്ടിക്കുന്ന ആർക്ക് കഴിയും? ഈ കോടാനുകോടി സൃഷ്ടിയാണ്. ഇതിനെ ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടി വളരെ കാലം മുമ്പേ ഹിന്ദുമത ആരംഭത്തിൽ തന്നെ മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അത് ദേവകൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ആരും സൃഷ്ടിക്കുന്നതല്ല. നമ്മളെല്ലാം ആത്മാവുകളിൽ നിന്ന്, അതായത് നമ്മുടെ സ്വന്തം ആത്മാവിൽ നിന്ന് സ്വയം ജനിക്കുന്നവരാണ്. അപ്പോൾ ഈ ദൈവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നൊരു സംശയം നമുക്കുണ്ടാകാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആരും സൃഷ്ടിക്കുന്നതല്ലെങ്കിൽ പിന്നെ ദൈവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള സംശയം നമുക്കുണ്ടാകാം. ആദിമകാലത്ത് ഒരു ദൈവവും ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ ആത്മാവുകളും സ്വന്തം കഴിവനുസരിച്ച് ഓരോന്നായി ജനിക്കുകയാണ്. മണ്ണായും കല്ലായും വായുവായും ജലമായും അങ്ങനെ അനേക കോടികൾ തരത്തിൽ ആത്മാവുകൾ ജനിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ആരെയും നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ പണ്ട് ഉൽക്കകളും മറ്റും ഇവിടെ പല പ്രാവശ്യം വീഴുമായിരുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഒരുപാട് ചത്തുപോയിരുന്നു. മഴ തുടങ്ങിയാൽ മഴയ്ക്ക് ഒരു നിയന്ത്രണമില്ല, ഇടിമിന്നലിന് നിയന്ത്രണമില്ല. അങ്ങനെ വന്നപ്പോൾ മനുഷ്യൻ കഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള പലരും ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഇതൊന്നും ആരും ഒന്നും ചെയ്യുന്നതല്ല. എല്ലാ ആത്മാവുകളും സ്വന്തം കഴിവ് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. മഴയ്ക്ക് കാര്യം മഴ പെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അവരവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നു. കാറ്റ് അതിൻ്റെ ശക്തി, മഴ അതിൻ്റെ ശക്തി, വെയില് അതിൻ്റെ ശക്തി. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ആരും ഒന്നും നിയന്ത്രിക്കാനില്ലാത്ത ഒരു കാലമായിരുന്നു.
ഓരോരോ ആത്മാവുകൾ അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷേ ആരും നിയന്ത്രിക്കാനില്ല. ഇതിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായേ പറ്റൂ എന്ന് വിചാരിച്ച് അവർ ആലോചിച്ചു. അങ്ങനെ വന്നപ്പോൾ ചില നല്ല മനുഷ്യർ, വിചിത്രരായ മനുഷ്യർ ചിലർ കാണുകയുണ്ടായി. അവർ പറയുന്നത് പോലെയൊക്കെ മഴ പെയ്യുകയും പെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർ വലിയ ശക്തിയുള്ളവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ഇതൊക്കെ നിയന്ത്രിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ കാലശേഷം അവർക്ക് അമ്പലങ്ങൾ പണിത് അവരെ കൊണ്ട് വീണ്ടും നിയന്ത്രിക്കാൻ ആരംഭിച്ചു. അമ്പലങ്ങൾ പണിത് നൽകിയത് എന്തിനാണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജനിക്കും. അങ്ങനെ പുനർജനിച്ചു കഴിഞ്ഞാൽ ഈ ശക്തി അവർക്ക് ഉണ്ടാവില്ല, ഇപ്പോഴത്തെ ശക്തി ഉണ്ടാവില്ല. അതിനാൽ അവർ പുനർജനിക്കാതിരിക്കാൻ അവർക്ക് പുനർജനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സുഖം ലഭിക്കത്തക്ക രീതിയിലുള്ള അമ്പലങ്ങളാണ് ചിലർ ആത്മാവുകൾക്ക് വേണ്ടി പണിതത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. പണ്ട് മുതലേ മനുഷ്യന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് എന്തൊക്കെയോ ശക്തിയുണ്ട്, അവർക്ക് നമ്മളിൽ എന്തൊക്കെയോ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് വെച്ചുകൊണ്ട് ചിലർ ദോഷകാര്യങ്ങൾക്ക് ഒരുത്തനെ ഉപദ്രവിക്കാനും മറ്റുമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നാണ് നല്ല മനുഷ്യരെ പൂജിക്കാൻ ആരംഭിച്ച് അവരെ കൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയും നിയന്ത്രിക്കാനാവുമെന്ന് ചിലർ മനസ്സിലാക്കി. അങ്ങനെ അവർ പൂജ തുടങ്ങി. വെറും പൂജയല്ല, 3 നേരം മൃഷ്ടാന്ന ഭോജനം നൽകിയാണ് അവർ പൂജിച്ചത്. കൂടാതെ ഒരു മനുഷ്യൻ പുനർജനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്ന കലാപരിപാടികളും നാടകങ്ങളും ഉത്സവങ്ങളും ഒക്കെ ആയിരുന്നു അമ്പലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊന്നും അറിയുന്നില്ലെങ്കിലും ഇപ്പോഴും അങ്ങനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധനയുടെ ഉത്ഭവം ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിയന്ത്രിക്കണം എന്ന് കരുതിയാണ് ചിലർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ആരാധനകൾ തുടങ്ങിയത്, അനേക ദൈവങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ ആരാധന തുടങ്ങിയവരെയാണ് പിൽക്കാലത്ത് ആളുകൾ ബ്രാഹ്മണർ എന്ന് വിളിച്ചത്. ആദ്യകാലത്ത് ബ്രാഹ്മണർക്ക് വലിയ ജനസമ്മതിയായിരുന്നു. രാജാവ് പോലും ബ്രാഹ്മണരെ നമസ്കരിച്ചുകൊണ്ട് ഭരിക്കുകയുള്ളായിരുന്നു. കാരണം പ്രകൃതി പ്രപഞ്ച രക്ഷ ചെയ്യുന്ന ദേവകളെ നിയന്ത്രിക്കുന്നത് ബ്രാഹ്മണരാണ്. അവരുടെ പ്രാർത്ഥന മൂലമാണ് ദേവകൾ എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അതാണ് സങ്കല്പം. അല്ലാതെ ദേവകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഭരിക്കുകയില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയണം, ദൈവമേ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലേ അവർ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇത് കേട്ട് മറ്റാരും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വലിയ ഫലമില്ല. ചിലരുണ്ട് ബ്രാഹ്മണൻ നിന്ന് നടത്തിക്കൊണ്ട് അവർ ആരാധിക്കുന്ന അവർ തുടങ്ങി വെച്ച ദൈവങ്ങളെ സ്വകാര്യമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറയുന്നത് തെറ്റാണ്. തെറ്റല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. ഈ ദൈവങ്ങൾ പ്രധാനമായും പ്രകൃതി പ്രപഞ്ച സംരക്ഷകരാണ്. നമ്മുടെ പാപങ്ങൾ മാറ്റുകയില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും മരണമില്ലാത്ത ആത്മാവുകളിൽ നിന്ന് ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പാപങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അതൊന്നും ഈ ദൈവങ്ങൾ മാറ്റുകയില്ല, ഒരു ദൈവവും മാറ്റുകയില്ല. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ അമ്പലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവുമില്ല. അപ്പോൾ അവർ വിചാരിച്ചു ഇത് ഒരു ശക്തിയുമില്ല, എന്നാൽ വേറൊരു മതം ഉണ്ടാക്കാം, മതത്തിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് പുതിയ മതങ്ങൾ ലോകത്തിലുണ്ടായത്. ലോകത്തിൽ പുതിയ മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ദൈവത്തിനും ശക്തിയില്ല നമ്മളെ രക്ഷപ്പെടുത്താൻ. അതിന് മതക്കാരെല്ലാം കൂടെ തന്നെ സ്വയം ഓരോ നിബന്ധനകളുണ്ടാക്കി ആ നിബന്ധനകളിലൂടെ ജീവിച്ചു തുടങ്ങി. ആ നിബന്ധനകളാണ്, ആ ജീവിത രീതിയാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, ഏത് മതമായാലും. അങ്ങനെയുള്ള നിബന്ധനകൾ ഹിന്ദുമതത്തിലുമുണ്ട്. പക്ഷേ ആർക്കും അത്ര അറിയാൻ വയ്യ.
അതുകൊണ്ടാണ് ഹിന്ദുമതത്തിന് ഈ കുഴപ്പമെല്ലാം ഉണ്ടാകുന്നത്. ഉയർന്നവനും താഴ്ന്നവനും തന്നെ തമ്മിൽ ഭയങ്കര മത്സരമാണ് പണ്ട് മുതൽ. ഞങ്ങളെ അടിമകളാക്കി നിങ്ങൾ സുഖിക്കുന്നു എന്നൊക്കെയുള്ള വാദം പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആത്മീയ അടിസ്ഥാനമുണ്ട്. ആത്മീയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരാൾ ഒരു ജന്മം സുഖിച്ചു കഴിഞ്ഞാൽ പിറ്റേ ജന്മം അയാൾ വേല ചെയ്യാൻ വിധിക്കപ്പെട്ടവനാവും. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എന്നും അടിപിടിയാണ്. ഹിന്ദുമതത്തിൽ വലിയൊരു വിഭാഗം പോരെടുക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ പ്രഭുക്കന്മാർ സൂഹിക്കുന്നു, ഞങ്ങൾ വേല ചെയ്യുന്നു, ഇത് അനീതിയും അക്രമവുമാണ് എന്നൊക്കെ അവർ വാദിച്ചു. അങ്ങനെ ഇവിടെ കലാപങ്ങൾ പണ്ട് മുതലേ ഉണ്ടായി. എല്ലാം ജ്ഞാനത്തിൻ്റെ കുറവാണ്. ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പുരോഗതി പ്രാപിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മം സുഖിച്ച് ജീവിച്ചിട്ടാണ്. അതിന് വേറെയും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പാവപ്പെട്ടവനായി ജനിക്കാം, സുഖം അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങളൊക്കെ മാറ്റാനാണ് ഇപ്പോൾ പാവങ്ങളായിട്ട് ജനിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ മുതലാളിമാർക്കെതിരെ അല്ലെങ്കിൽ തമ്പുരാക്കന്മാർക്കെതിരെ അങ്ങ് കലാപം ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കണം. ഹിന്ദുമത ജ്ഞാനം കൊണ്ട് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ഇതിൽ കൂടുതൽ അറിവുകളുണ്ട്, അതൊക്കെ നേടണം.